Hi friends, welcome back to Salem Learning. Yes, നമ്മുടെ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട മീൻസ് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഗ്രാൻഡ് ഫാദർ ഫ്രം ദി ചാപ്റ്റർ ദ വുഡൻ കപ്പ്. റൈറ്റ്, സോ അതാണ് ഇത് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ നമ്മളത് എഴുതാൻ നോക്കി. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഹിൻസ് തന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നോക്കി ഇവിടെ തന്നിരിക്കുന്ന ഹിൻസ് ഏതൊക്കെയാണ്? യൂസ് ടു ടെൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ടു റോബർട്ടിനോ. നമ്മുടെ റോബർട്ടിനോയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ലവിങ് ആൻഡ് കെയറിങ്, ഹി വാസ് വെരി ലവിങ് ആൻഡ് കെയറിങ്. അടിപൊളിയാണ് അല്ലേ, ഭയങ്കര സ്നേഹമാണ് നമ്മുടെ റോബർട്ടിനോട്, ഭയങ്കര കെയറിങ് ആണ് റോബർട്ടിനോനെ. പാരൻസ് ഡിഡ് നോട്ട് കെയർ ഹിം, പാരൻസ് എന്ത് ചെയ്തിട്ടില്ല, അവനങ്ങനെ കെയർ ചെയ്യാറില്ല, അദ്ദേഹത്തെ കെയർ ചെയ്യാറില്ല. നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാറില്ല, പാരൻസ് അങ്ങനെ കെയർ ചെയ്യാറില്ല അല്ലേ. ലോൺലി ആൻഡ് സാഡ്, ഹി വാസ് ഓൾവേസ് അലോൺ. നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്താണ്, എപ്പോഴും ഒറ്റപ്പെട്ടുകൊണ്ടാണ് ആ വീട്ടിലല്ലേ. ആളെപ്പോഴും സാഡാണ്, ആളെപ്പോഴും എന്താണ്, സങ്കടമാണ് ആക്കല്ലേ. ഹാഡ് ഷിവറിങ് ഹാൻഡ്സ് ബിക്കോസ് ഓഫ് ഓൾഡ് ഏജ്. നമുക്കറിയാം ഗ്രാൻഡ് ഫാദർ വാസ് ഓൾഡ്, ആൾ പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്തിൻ്റെ കൈക്ക് എപ്പോഴും ഒരു വിറയൽ വരും അല്ലേ. സാധനങ്ങൾ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റാറില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും? നമ്മളത് എങ്ങനെയാണ് എഴുതുക? നമ്മൾ ഇവിടെ നോക്കി, നിങ്ങൾ റോബർട്ടിനോസ് ഗ്രാൻഡ് ഫാദർ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ദ വുഡൻ കപ്പ് ബൈ ഡൊമിനിക്കോ വിറ്റോറിയോ. ഡൊമിനിക്കോ വിറ്റോറിയോൻ്റെ കഥയായ വുഡൻ കപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മുടെ ദി ഗ്രാൻഡ് ഫാദർ. ദി ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഓൾഡ് മാൻ. അദ്ദേഹം എന്തായിരുന്നു, അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. നോക്കി, ഹി ഹാഡ് ദ വീക്ക്നെസ് ഓഫ് ഹിസ് ഓൾഡ് ഏജ്. അപ്പോൾ പ്രായ കൂടുതലിൻ്റെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ആർക്ക് ഉണ്ടായിരുന്നു? നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഉണ്ടായിരുന്നു. പ്രായ കൂടുതലായിട്ടുള്ള ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ ആർക്കുണ്ട്? ഗ്രാൻഡ് ഫാദറിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. He had the weakness of his old age, but he loved his grandson so dearly. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, നമ്മുടെ പേരക്കുട്ടിനെ, ഗ്രാൻഡ് സൺ ആയിട്ടുള്ള നമ്മുടെ റോബർട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ചങ്കായിരുന്നു രണ്ട് പേരും അല്ലേ. ഹി വാസ് എ വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. ഗ്രാൻഡ് ഫാദർ എന്താണ്, ഭയങ്കര വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, കഥകൾ പറഞ്ഞു കൊടുക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റോബർട്ടിനൊക്കെ എന്താണ്, കിടക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ വാരിയേഴ്സിൻ്റെ, ഫൈറ്റേഴ്സിൻ്റെ, അനിമൽസിൻ്റെ ഒക്കെ, ഹീറോസിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, നല്ല 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 സുന്ദരമായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. ആര്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ. There was a strong bond between the boy and him. അങ്ങേരും അങ്ങയുടെ എന്താ പറയുക, നമ്മുടെ ഗ്രാൻഡ് ഫാദറുടെ ഗ്രാൻഡ് സൺ തമ്മിൽ എന്തുണ്ടായിരുന്നു, നല്ലൊരു എന്താ ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി. ദ ഗ്രാൻഡ് ഫാദർ വാസ് സാഡ് ആഫ്റ്റർ ഹിസ് വൈഫ്സ് ഡെത്ത്. നമ്മുടെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, മരിച്ചുപോയി അല്ലേ. ഗ്രാൻഡ് മദർ മരിച്ചുപോയ ശേഷം ഗ്രാൻഡ് ഫാദർ വാസ് വെരി സാഡ്. ആൾ ഭയങ്കര എന്തായിരുന്നു, വിഷമായിരുന്നു ആൾക്ക്. ബട്ട് സ്റ്റിൽ വാസ് വെരി പേഷ്യൻറ്റ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഭയങ്കര ക്ഷമയാണ് ഗ്രാൻഡ് ഫാദറിനും. അങ്ങനെ ദേഷ്യം പിടിക്കുകയും ചാടിക്കളിക്കുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. ഹി വാസ് വെരി പേഷ്യൻറ്റ്. വെൻ റോബർട്ടിനോസ് മദർ ഗോട്ട് ആങ്ക്രി, എപ്പോഴാണോ റോബർട്ടിൻ്റെ അമ്മ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഹി വുഡ് നോട്ട് ഗെറ്റ് ആങ്ക്രി. ഇയാൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ദേഷ്യം പിടിക്കുന്നില്ല. റോബർട്ടിൻ്റെ അമ്മ ചിലപ്പോൾ ദേഷ്യം പിടിച്ച് പലതും പറയും, പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഹി ഡസ് നോട്ട് സേ എനിത്തിങ്. പുള്ളി ഒന്നും പറയില്ല അല്ലേ. ഹി ലുക്സ് ഇൻ ടു ഐ സാഡ്ലി, ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ സങ്കടമായിട്ട് നോക്കി നിൽക്കുകയുള്ളൂ. ഹി ഫേസ് ഓൾ ഹ്യൂമിലിറ്റേഷൻസ് പേഷ്യൻലി. ഹി കുഡൻറ്റ് ഹോൾഡ് ഹിസ് തിങ്സ് പ്രോപ്പർലി ഡ്യൂ ടു ദ ഷിവറിങ്. അദ്ദേഹത്തിന് എന്ത് പറ്റാറില്ല, സാധനങ്ങൾ ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റാറില്ല. കൈ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരു സംഗതി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ സ്ലിപ്പായിട്ട് വരും. നോക്കിയേ, അടുത്ത് പറയുന്നത് റോബർട്ടിനോസ് മദർ ഓൾവേസ് ഗോട്ട് ആങ്ക്രി ഫോർ ഹിസ് വീക്ക്നെസ്സസ്. എപ്പോഴും നമ്മുടെ റോബർട്ടിൻ്റെ അമ്മ എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വയ്യായി കാരണം എന്ത് ചെയ്യും, ഇദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. കയ്യിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ അതിനും ചീത്ത പറയും, ഇനി വേറെ എന്തെങ്കിലും വെച്ചാൽ അതിനും ചീത്ത പറയും. എപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ഗ്രാൻഡ് ഫാദറെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും ക്ഷമയില്ല. പ്രായമായ ആളല്ലേ, ഭാര്യ മരിച്ചുപോയ ആളല്ലേ, വിഷമം, അങ്ങനത്തെ ഒരു സങ്കടമൊന്നും എന്തില്ല റോബർട്ടിനുണ്ട് അമ്മ കാണിക്കൂല. എപ്പോഴും എന്താ ഭയങ്കര റൂഡായിരിക്കും എന്നാ പറയുന്നേനെ. നോക്കിയേ, വുഡൻ കപ്പ് റിമൈൻസ് അസ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഓൾഡ് പാരൻസ്. വുഡൻ കപ്പ് എന്ന് പറയുന്ന ഈ ഒരു പാഠം നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ പ്രായമുള്ള ആളുകളെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ പ്രായമുള്ള ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഗ്രാൻഡ് ഫാദേഴ്സിനെ പോലെയുള്ള പ്രായം കൂടിയ ആളുകൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എന്ന് മാത്രം അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാതെ എന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഈ പാഠത്തിൽ 2 ക്യാരക്ടർ സ്കെച്ച് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ റോബർട്ടിനോ, ഒന്ന് നമ്മുടെ റോബർട്ടിൻ്റെ അമ്മ. ഇത് എന്ത് ചെയ്യും, നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ നാളെ പഠിച്ചിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ബൈ.